ഫോണിൽ എന്തോ നോക്കി ചിരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ആന്റി പ്രശാന്തിനി അങ്ങോട്ട് ചെല്ലുന്നത്. എന്താ കിച്ചുമോളുടെ മുഖത്തൊരു നാണം? ആരാ കൂടെ നിൽക്കുന്നത്? അയ്യോ ആന്റി, ഇതാണ് ഇന്ന് വന്ന ഗസ്റ്റ്, അബ്നാർ അലോഷി. നല്ല ഭംഗിയായിരുന്നു. ഞാനാ പൂക്കള് കൊടുത്ത് വെൽക്കം ചെയ്തത്. അതിന്റെ പിക്ചേഴ്സാണ് സുമയ്യ അയച്ചു തന്നതാ. പിള്ളേരെല്ലാം ഭയങ്കര ഫോമലായിരുന്നു. നാണം മറച്ച് അവൾ പറഞ്ഞു. ഓ, ഇൻക്ലൂഡിംഗ് യു? ആന്റി വെറുതെ വിട്ടില്ല. പിന്നല്ലാതെ അവളും വിട്ടുകൊടുത്തില്ല. രാത്രി ഉറങ്ങാൻ തുടങ്ങുമ്പോഴാണ് ബെറ്റി വിളിക്കുന്നത്. ഡി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താടി? അത് ആ അബ്നാർ അലോഷി എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് കെട്ടിച്ചു തരാൻ ഞാൻ ഡാഡിയോട് പറയാൻ പോവാ. എന്തിന്? കൃഷ്ണയൊന്ന് ഞെട്ടി. ഡി, അയാള് നമ്മളെക്കാൾ 10 വയസ്സ് സീനിയർ അല്ലേ? അതുകൊണ്ടെന്താ? ഹീസ് വെരി ഹാൻസം. നമ്മുടെ ക്ലാസ്സിലെ അവന്മാരുടെ പ്രായം തോന്നുകയുള്ളൂ. മാത്രവുമല്ല 10 വർഷം ഇന്നത്തെ കാലത്തൊന്നും ഒന്നുമല്ല. അതല്ല, നിനക്കും ക്രഷ് അടിച്ചതല്ലേ? അപ്പൊ ഏജ് പ്രോബ്ലം അല്ലായിരുന്നോ? കൃഷ്ണയൊന്നും മിണ്ടിയില്ല. നീ എന്താ മിണ്ടാത്തേ? ആ, നീ എന്താന്ന് വെച്ചാ കാണിക്ക്. എനിക്ക് ഉറങ്ങണം. ഗുഡ് നൈറ്റ്. കൃഷ്ണ കോൾ കട്ട് ചെയ്തു. കൃഷ്ണയുടെ മുഖം വാടി. ബെറ്റിയുടെ ഡാഡി വലിയ ബിസിനസ്സുകാരനാണ്. അയാൾ വിചാരിച്ചാൽ അബ്നാർ അലോഷിയെ അല്ല, അതിലും വലിയ ആൾക്കാരെ കിട്ടും. അവൾ സീരിയസ് ആണെങ്കിൽ താൻ പെട്ടു. കിടന്നിട്ടും ഉറക്കം വരുന്നില്ല. മനസ്സിൽ അബ്നാറിന്റെ അത്ഭുതത്തോടെയുള്ള നോട്ടവും പോകുമ്പോൾ തന്റെ മാത്രം പേര് ചോദിച്ചതുമൊക്കെ മനസ്സിലൊടിച്ചുകൊണ്ടിരുന്നു. അപ്പൊ തന്നോടെന്തെങ്കിലും കാണില്ലേ? ഛേ, താനെന്തൊരു മണ്ടി. അവരൊക്കെ പ്രതിദിവസം എത്ര പിള്ളേരെ കാണുന്നവരായിരിക്കും. അപ്പോഴാ താൻ. ഓരോ വട്ടുകൾ. കൃഷ്ണ കണ്ണുകൾ മുറുക്കി അടച്ചു.